ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള വാട്ടർ അതോറിറ്റിയിലും വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. സ്ഥിര നിയമനമാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒഴിവുകൾ വന്നിട്ടുണ്ട്. അടിസ്ഥാന യോഗ്യത വരുന്നത് 10ാം ക്ലാസ് ആണ്. കേരള PSC വഴിയാണ് പുതിയ വിജ്ഞാപനം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കേരള വാട്ടർ അതോറിറ്റിയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 706/2025 ആണ് കാറ്റഗറി നമ്പർ വരുന്നത്. ശമ്പളം 53,900 മുതൽ 1,18,100 രൂപ വരെയാണ്. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത്. പ്രായപരിധി വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 2/1/1989 1/1/2007 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായി വയസ്സളവ് ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് UGC അംഗീകൃത സർവകലാശാലയിൽ നിന്നോ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച ദേശീയ സ്ഥാപനങ്ങളിൽ നിന്നോ കേരള സർക്കാർ സ്ഥാപിച്ച അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നോ ലഭിച്ച സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ BTech ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സിൻ്റെ സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എക്സാമിനേഷൻ Aയും Bയും സെക്ഷനുകൾ പാസ്സായിരിക്കണം. അടുത്തത് കേരള ജല അതോറിറ്റിയിൽ ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 735/2025 ആണ് കാറ്റഗറി നമ്പർ വരുന്നത്. ശമ്പളം 27,200 മുതൽ 73,600 രൂപ വരെയാണ്. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത്. പ്രായപരിധി വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 2/1/1989 1/1/2007 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് SLC വിജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ട്രേഡിലുള്ള 2 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയതിന് ശേഷം നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് നൽകുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് NTC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. അല്ലെങ്കിൽ 2 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയതിന് ശേഷം കേരള സർക്കാർ നൽകുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ സർട്ടിഫിക്കറ്റ് KGCE അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. അടുത്തത് കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 631/2025 ആണ് കാറ്റഗറി നമ്പർ വരുന്നത്. ശമ്പളം 26,500 മുതൽ 60,700 രൂപ വരെയാണ്. ജില്ലാ അടിസ്ഥാനത്തിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. കേരളത്തിലെ 14 ജില്ലകളിലും ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത്. പ്രായപരിധി വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 2/1/1989 1/1/2007 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റു പിന്നാക്ക സമുദായത്തിൽപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായി വയസ്സളവ് ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് SLC വിജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ മലയാളം ടൈപ്പ് റൈറ്റിംഗിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് KGTE അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും കൂടാതെ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും KGTE കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിങ്ങിലുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. 2002 ജനുവരി മാസത്തിന് മുമ്പ് KGTE ടൈപ്പ് റൈറ്റിംഗ് യോഗ്യത നേടിയവർ കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിങ്ങിലോ തത്തുല്യ യോഗ്യതയിലോ ഉള്ള പ്രത്യേക സർട്ടിഫിക്കറ്റ് അപേക്ഷ അയക്കുന്ന അവസാന തീയതിക്ക് മുൻപ് കരസ്ഥമാക്കിയിരിക്കണം. അടുത്തത് സർവേ ഭൂരേഖ വകുപ്പിൽ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് സൂപ്രണ്ട് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 708/2025 ആണ് കാറ്റഗറി നമ്പർ വരുന്നത്. ശമ്പളം 50,200 മുതൽ 1,05,300 രൂപ വരെയാണ്. 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 2/1/1989 1/1/2007 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായി വയസ്സളവ് ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും മാത്തമാറ്റിക്സ് മുഖ്യ വിഷയമായിട്ടുള്ള 1ാം ക്ലാസ് അല്ലെങ്കിൽ 2ാം ക്ലാസ് ബിരുദമാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം.
കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം വേണം അപേക്ഷിക്കുവാൻ. ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. രജിസ്ട്രേഷൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 4/2/2026 ബുധനാഴ്ച രാത്രി 12 മണി വരെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.